നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, മാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബു ഇലയ്യ മിമ്മ ഇഫ്തറൽതു അലൈഹി വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബുഹു വഇദാ അഹ്ബബ്തുഹു കുൻതു സംഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യബ്സുറു ബിഹി ويده التي يبطش بها ورجله التي يمشي بها وإن سألني لأعطينه وإن استعاذني لأعيذنه. എന്താ ഇമാം ബുഖാരി തങ്ങൾ പറയുന്നത്? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖുദ്സിയായ ഹദീസാണ്. അല്ലാഹ് പറയുന്നു, ഞാൻ ഫർളാക്കിയ കാര്യങ്ങൾക്ക് പുറമെ സുന്നത്തായ ധാരാളം അമലുകൾ ചെയ്ത് എന്റെ അടിമ എന്നിലേക്ക് അടുത്താൽ കുൻതു സംഅഹു അല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന ചെവി ഞാനാകും, വബസറഹു അല്ലദീ യബ്സുറു ബിഹി, അവൻ കാണുന്ന കണ്ണ് ഞാനാകും, വരിജിലഹു അല്ലതീ യംശി ബിഹാ, അവൻ നടക്കുന്ന കാല് ഞാനാകും, വയദഹു അല്ലതീ യബ്തിഷു ബിഹാ, അവൻ പ്രവർത്തിക്കുന്ന കരങ്ങൾ ഞാനാകും. അള്ളാഹു ആകുമെന്ന് അള്ളാഹ് പറഞ്ഞു. ഇത് റസൂലുള്ള നുബുവത്തിന്റെ നാവ് കൊണ്ട് നമ്മോട് വിശദീകരിച്ചു. ധാരാളം അമൽ, സുന്നത്തായ അമൽ ധാരാളം പ്രവർത്തിച്ചുകൊണ്ട് ഒരു അടിമ വലിയന്റെ പദവിയിലേക്ക് കയറിയാൽ അള്ളാഹു തആല അവന്റെ കൈകൾക്കും കാലിനും അതുപോലെ തന്നെ ശരീരങ്ങൾക്കുമെല്ലാം പ്രത്യേകമായ പവർ നൽകും. ഈ ഹദീസ് അല്ലാമ ഫഖ്റുർ റാസി റഹിമഹുല്ലാഹ് അവിടുത്തെ മഫാത്തിഹുൽ ഗൈബിൽ വിശദീകരിക്കുന്നത് കാണാം, അഥവാ തഫ്സീറുർ റാസിയിൽ. وكذلك العبد إذا واظب على الطاعات بلغ إلى المقام الذي يقول الله كنت له سمعا وبصرا وإذا صار نور جلال الله سمعا له سمع القريب والبعيد. അല്ലാഹു തആല ഒരാളുടെ ചെവിയാവുക എന്നാൽ അല്ലാഹു ഒരാളുടെ ചെവിയായി കഴിഞ്ഞാൽ സമി അൽ ഖരീബ വൽ ബഈദ, വിദൂരത്തുള്ളതും അടുത്തുള്ളതും അവന് സമമായിരിക്കും, ഒരുപോലെ കാണാനും കേൾക്കാനും കഴിയും. അതുപോലെ തന്നെ അല്ലാഹു തആല ബസറൻ ലഹു, ഒരാളുടെ കണ്ണാകുമെന്ന് പറഞ്ഞാൽ അൽ ഖരീബ വൽ ബഈദ, അടുത്തുള്ളതും വിദൂരത്തുള്ളതും ഒരുപോലെ അവന് കാണാൻ കഴിയുന്നതാണ്. വഇദാ സാല ദാലിക നൂർ യദൻ ലഹു, അല്ലാഹു ഒരാളുടെ കൈ ആകുമെന്ന് പറഞ്ഞാൽ ഖദറ അല തസറുഫി ഫിൽ സഅദി വസ്സഹരി വൽ ബഈദി വൽ ഖരീബി, അടുത്തുള്ളതും വിദൂരത്തുള്ളതും അതുപോലെ തന്നെ പ്രയാസകരമായതും എളുപ്പമായതും എല്ലാം ഒരുപോലെ ചെയ്യാൻ കഴിയും. കാലാകുമെന്ന് പറഞ്ഞാൽ ദൂരത്തേക്കും അടുത്തേക്കും എല്ലാം ഒരുപോലെ സഞ്ചരിക്കാൻ കഴിയുമെന്ന് ഇമാം റാസി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മദീന പള്ളിയിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുകയല്ലേ യാ സാരിയാൽ ജബൽ അൽ ജബൽ എന്ന് പറഞ്ഞത്. എന്തേ? ആയിരക്കണക്കായ കിലോമീറ്ററുകൾ അപ്പുറത്ത് നഹാവന്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള പട്ടാളത്തിന് ദോഷകരമായ സംഭവം ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മദീനയിൽ മിമ്പറിൽ വെച്ച് നോക്കിക്കാണുന്നു. കാരണം ഉമർ ഇബ്നുൽ ഖത്താബ് അല്ലാഹുവിന്റെ വലിയാൻ, അദ്ദേഹം ദൂരത്തുള്ളത് മദീനയിൽ നിന്ന് കാണുന്നു. ഉടനെ തന്നെ പറയുന്നു, യാ സാരിയ അൽ ജബൽ അൽ ജബൽ, മലയുടെ ഭാഗത്തേക്ക് നോക്കി സാരിയ, ശ്രദ്ധിക്കുക എന്ന് പറയുന്നു. കാരണം ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബിന്റെ നാവ് അല്ലാഹുവായ നാവാൻ. റസൂലുള്ളാഹി പറഞ്ഞു, ഞാനാകും അവന്റെ നാവ്, കണ്ണ്, ചെവി എന്നൊക്കെ പറഞ്ഞ ആ ശരീരത്തിന്റെ ഉടമയാണ്. അവിടുന്ന് പറഞ്ഞു, ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് സാരി റളിയല്ലാഹു അൻഹു ശബ്ദം കേൾക്കുന്നു, ഉമറിന്റെ ശബ്ദം റളിയല്ലാഹു തആല അൻഹുമാ ആ ഭാഗം ശ്രദ്ധിക്കുന്നു, യുദ്ധത്തിൽ വിജയിക്കുന്നു. ഇത് മഹാരഥന്മാരായ ഇമാമിങ്ങളെല്ലാം രേഖപ്പെടുത്തി ഇബ്നു തൈമിയ്യ അടക്കമുള്ള മുജാഹിദിന്റെ പണ്ഡിതന്മാർ പോലും അതിന് അംഗീകാരം കൊടുത്തതല്ലേ. അല്ലാഹു തആല ഒരു വ്യക്തിയുടെ, ഒരു ശക്തിയുടെ കയ്യും കാലും ശരീരവും ആകുമെന്ന് പറഞ്ഞാൽ അതിന് അല്ലാഹു തആല കയ്യും കണക്കുമില്ലാത്ത, അളവില്ലാത്ത ശക്തി അതിന് കൊടുക്കുമെന്നാണ് എന്ന് അല്ലാമ ഫഖ്റുർ റാസി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നു. ധാരാളം ഇമാമിങ്ങൾ വിഷയം പ്രതികരിച്ചിട്ടുണ്ട്, പ്രതിപാദിച്ചിട്ടുണ്ട്. വല്ലാഹു വലിയ തൗഫീഖ്. ചോദ്യത്തിന് ഉത്തരമായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു.